MC റോഡിൽ പെരുമ്പാവൂരിൽ വാഹനാപകടം. കാറും ലോറിയും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കൃഷ്ണപ്രിയയാണ് ചേരുന്നത്. കൃഷ്ണപ്രിയ, എപ്പോഴായിരുന്നു അപകടം? എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? ഇന്ന് വെളുപ്പിന് 4 മണിയോടെയാണ് ഈ മണ്ണൂരിൽ ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. സ്ഥിരം അപകട മേഖലയിൽ തന്നെയാണ് ഇപ്രാവശ്യവും അപകടം ഉണ്ടായതെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. പലതവണ പ്രതിഷേധങ്ങളടക്കം ഉണ്ടായതാണ്. ഏതായാലും ഈ ഒരു അപകടത്തിൽ 5 പേർക്കാണ് പരിക്കേറ്റത്. കാർ യാത്രക്കാരായിരുന്നു. വയനാട് സ്വദേശിയായ അഭിലാഷ്, തൊടുപുഴ സ്വദേശി നൌഫൽ, പട്ടാമ്പി സ്വദേശി ജിഷ്ണു, അനുരാഗ് മോഹൻ, ഗൗതം കൃഷ്ണ എന്നിവർക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയുന്നത്. ഇവരെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ പരിക്കാരുടെയും ഗുരുതരമല്ല. ഈ കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ വെളുപ്പിന് അപകടം ഉണ്ടാവാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഈ അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ ലോറിയുടെ മുൻചക്രങ്ങളും ഊരിത്തെറിച്ചിട്ടുണ്ട്. അതേസമയം ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് വെച്ചാൽ ഈ പരിക്കേറ്റവർക്ക് അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്ന് തന്നെയാണ്. ഏതായാലും ഇവരെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അപകടം കണ്ടാൽ അതത്ര നിസ്സാര അപകടമാണെന്ന് തോന്നില്ല. കാരണം കാറിനും മുൻവശവും ഇല്ല, ലോറി ആണെങ്കിൽ ടയറും ഇല്ലാതെയാണ് കിടക്കുന്നത്. ഈ കാറിൽ സഞ്ചരിച്ചിരുന്ന പല ആളുകളും പല ഇടങ്ങളിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ് പറഞ്ഞപ്പോൾ മനസ്സിലായത്. ഇവർ എവിടെ നിന്ന് എങ്ങോട്ട് പോവുകയായിരുന്നു? തൊഴിലിടത്ത് മറ്റോ വർക്ക് ചെയ്യുന്നവർ അങ്ങനെ എന്തെങ്കിലും ആണോ? സംബന്ധിച്ച് നമുക്ക് കൃത്യമായ വിവരം ഇതുവരെയും ലഭിച്ചിട്ടില്ല. കാരണം ഇവരിപ്പോൾ ആശുപത്രിയിലാണ്. കൂടുതൽ വിവരങ്ങൾ തേടേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവർ വിനോദയാത്രയ്ക്ക് പോയി വന്ന ഒരു സംഘമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ അത് ഭീകരമാണെങ്കിലും ഇവർക്ക് അധികം സാരമായ പരിക്കില്ല എന്ന് തന്നെയാണ് ആശ്വാസകരമായ ഒരു കാര്യം. ഈ കാറിന് മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥിരം അപകട മേഖലയിൽ തന്നെയാണ് ഈ ഒരു അപകടം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പലതവണ നാട്ടുകാരുടെ പ്രതിഷേധമടക്കം ഉണ്ടായതുമാണ്. ഏതായാലും ആൾക്കാർക്ക് പരിക്കില്ല എന്ന് തന്നെയാണ് ആശ്വാസകരം. പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. പക്ഷേ അപകടവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും ചിത്രങ്ങളും കാണുമ്പോൾ അത് വിശ്വസിക്കാനും വളരെ പ്രയാസകരമാണ്. ആ കാറും ആ ലോറിയും ഏകദേശം ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് തന്നെ നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. കൃഷ്ണപ്രിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ.